ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ബട്ടർഫ്ലൈ ആണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ആദ്യം OHP ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ അടിയിൽ നമ്മളൊരു പേപ്പറിൽ ബട്ടർഫ്ലൈ വരച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെയാണ് ഈ OHP ഷീറ്റ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബട്ടർഫ്ലൈൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു നമ്മളിപ്പോൾ ഡ്രോയിങ് ഒക്കെ ചെയ്യുമ്പോൾ ട്രേസ് എടുക്കുമല്ലോ, അതുപോലെ ഡിസൈൻ അടിയിൽ വെച്ചിട്ട് നമ്മൾ മുകളിൽ ഈ OHP ഷീറ്റ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഗ്ലാസ് പെയിൻറ്റ് ചെയ്യുന്നതിൽ നമുക്ക് ഔട്ടർ ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് ഒരു പെയിൻറ്റ് പോലത്തെ ഒരു സാധനം കിട്ടും. അത് വെച്ചിട്ട് വരച്ചിട്ട് അതിൻ്റെ മേലെ കൂടി അല്ലെങ്കിൽ അതിൻ്റെ സൈഡിൽ കൂടെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ എനിക്ക് ഇതുകൂടാണ് കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നിയത് കാരണം ഞാൻ ഇതാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ ബട്ടർഫ്ലൈൻ്റെ മേലെ കൂടിയൊക്കെ നമ്മൾ ഗം അപ്ലൈ ചെയ്തു. ഈ 8000 ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാബ്രിക് ഗ്ലൂ ഉണ്ടല്ലോ, നോർമൽ പശ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. പക്ഷേ ഈ 8000 ആകുമ്പോൾ വെള്ളം തട്ടിയാലും പോവില്ല, അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇതെടുത്തത് കേട്ടോ. ഇനി നമ്മുടെ ഫ്ലവർ രൂപത്തിലുള്ള സീക്വൻസ് നമ്മൾ ഈ ബട്ടർഫ്ലൈ രൂപത്തിലേക്ക് ഒട്ടിച്ചെടുക്കാനാണ് ഫോണത് ഫുള്ളായിട്ട്. ഞാൻ ഈ മോഡൽ ഫസ്റ്റ് ടൈം ആയിട്ട് ചെയ്യുകയാണ്. അതുപോലെ തന്നെ വേറെ ആരും ചെയ്തതായിട്ട് ഞാൻ കണ്ടതുമില്ല. അപ്പോൾ എന്തായാലും വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ സംഭവം. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഐഡിയ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കണം. പിന്നെ ഫ്ലോപ്പായി പോകേണ്ടതാണെങ്കിൽ ഫ്ലോപ്പായി പോകും, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഫസ്റ്റ് ടൈമാണ് ചെയ്ത് നോക്കണത്. നമ്മളിങ്ങനെ ഓരോന്നും ബട്ടർഫ്ലൈ അതായത് ഗം അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ മേലേക്ക് നമ്മളിങ്ങനെ ഗം അപ്ലൈ ചെയ്തതിന് ശേഷം വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. സോറി, ഇത്ര നേരം ഫോക്കസ് ഔട്ട് ആയിരുന്നു, ഞാൻ കണ്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു ഫ്ലവർ രൂപത്തിലുള്ള സീക്വൻസ് ഒക്കെ നിങ്ങൾക്ക് എല്ലാ സ്റ്റോറുകളും ഇൻസ്റ്റാഗ്രാം സ്റ്റോറുകളൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ട്. നോർമൽ സീക്വൻസിനും വെച്ച് ഈ ഒരു ഫ്ലവർ സീക്വൻസ് അതുപോലെ തന്നെ ഷേപ്സ് ആയിട്ടുള്ള വെറൈറ്റി ഷേപ്പുകളുള്ള സീക്വൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ അത്യാവശ്യം എനിക്ക് തോന്നുന്നു റേറ്റ് കൂടുതലായിരിക്കും തോന്നുന്നു, കുറച്ച് ചെറിയൊരു റേറ്റ് വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കുക. ഇത് മാത്രം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഈ ഒരു മോഡൽ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അധികം റേറ്റ് കൊടുത്തൊന്നും വാങ്ങിക്കരുത്. കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട്, അതായത് നോർമൽ സീക്വൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ആദ്യം ചെയ്ത് നോക്കുക. പക്ഷേ ഈ ഒരു ഡിസൈൻ, ഈ ഒരു ഔട്ട്പുട്ടിൽ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു സീക്വൻസ് തന്നെ വാങ്ങിച്ച് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് അറിയുള്ളൂ. പിന്നെ നമ്മൾ കൈ കൊണ്ടിങ്ങനെ ഓരോന്ന് എടുത്ത് വെക്കുന്ന സമയത്ത് കുറേ സമയമാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഒരു ടൂത്ത് പിക്ക് ഉണ്ടല്ലോ, ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു കോല്, ഇത് നമുക്ക് ഒരു ബോട്ടിൽ, എനിക്ക് തോന്നുന്നു ഒരു ബോട്ടിലാണ് കുറേ കിട്ടുന്നത്, നിറയെ ഉണ്ടാവും. 10 രൂപ 15 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതും കൊണ്ട് ഇങ്ങനെ അതിൻ്റെ എൻഡിൽ ജസ്റ്റ് ഒന്ന് ഗമ്മാക്കിയതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് വെച്ച് കൊടുത്താൽ മതി. ഇത് ഫുള്ളും ഇപ്പം ഇങ്ങനെ വെച്ച് കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഫാസ്റ്റായിട്ട് ഇങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ. ഇനിയൊരു ഫ്ലവർ ഈ ഷേപ്പിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് സെൻറ്ററിൽ വേണമെങ്കിൽ കുഞ്ഞ് ബീഡ്സ് എന്തെങ്കിലും വെച്ച് കൊടുത്താൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും. ആക്ച്വലി ഞാൻ അത് മറന്നുപോയി, വെച്ച് കൊടുക്കുക ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എല്ലാം കൂടെ ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഭംഗിയുണ്ടല്ലോ, ഇനിയിപ്പോൾ മുത്തും കൂടെ വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ മുത്തും കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്ത് വന്നിട്ടുണ്ട്, അതായത് എല്ലാ സൈഡും ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡും കൂടെ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്കും കൂടെ ആക്കുകയാണ്. എൻ്റെ കയ്യിൽ ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളർ മാത്രം ചെയ്യുന്നത്. വേറെ കളേഴ്സിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. അതായത് സിംഗിൾ കളേഴ്സൊക്കെ ഉണ്ടല്ലോ, ഇതിപ്പോൾ ആക്ച്വലി ഒരു റെയിൻബോ കളർ മാതിരിയൊക്കെയാണ്. ഒരു ഗ്രീനും അല്ല, ഗോൾഡും അല്ല, യെല്ലോയും അല്ലാത്തൊരു ഷെയ്ഡിൽ എല്ലാ കളറും കൂടെ മിക്സ് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പക്ഷെ ഇത് കാണാൻ ഈ ഫോണിൽ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ഇത്ര ഭംഗിയായിട്ട് തോന്നില്ലായിരിക്കും, ഏതൊരു മെറ്റീരിയൽ ആണെങ്കിലും. പക്ഷേ അത് നേരിട്ട് കാണുമ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ള സാധനങ്ങളാണ്. അതുപോലെ തന്നെ ഗ്ലൈസിങ് ഒക്കെ ഉണ്ടാവും കേട്ടോ. ഈ സീക്വൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ രാത്രിയൊക്കെ തിളങ്ങാനൊക്കെ ഉള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ഓരോ എൻഡും നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ബട്ടർഫ്ലൈന് പകരം നിങ്ങൾക്ക് ഏത് മോഡൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. പിന്നെ എന്നെ അറിയുന്നവർക്ക് അറിയാം, ഞാൻ ഈ ബട്ടർഫ്ലൈയും പൂവും വിട്ട് കളിയില്ലല്ലോ. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ എപ്പോഴും കളിയാക്കും, നിനക്ക് നീ എന്ത് ഡിസൈൻ ചെയ്താലും അതിലൊരു ബട്ടർഫ്ലൈ ഉണ്ടാവും. ഞാൻ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പുതിയതായി ചെയ്ത് കഴിഞ്ഞാൽ ഇത് നോൺ ഡിസൈനാണ് പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്താൽ അതിലുണ്ടല്ലോ പൂവും ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞ് കളിയാക്കും. പിന്നെ എനിക്കെന്തോ ബട്ടർഫ്ലൈയും നമ്മുടെ പൂവും വിട്ടൊരു കളിക്കാൻ എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫാബ്രിക് ഗ്ലൂ ഇല്ലേ, ഇതെടുത്തതിന് ശേഷം നമ്മൾ ബട്ടർഫ്ലൈൻ്റെ ഉള്ളിലേക്ക് കുറച്ച് അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ പെയിൻറ്റ് അടിക്കുന്ന ബ്രഷും കൊണ്ട് നന്നായിട്ട് എല്ലാ സൈഡിലേക്കും ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്ക് സ്റ്റോൺസ് എന്തെങ്കിലും വെച്ച് ഫില്ല് ചെയ്യണമെങ്കിൽ ഫില്ല് ചെയ്യുക. ആക്ച്വലി ഒന്ന് കുറേ സമയവും ആവും. പിന്നെ എനിക്ക് വീഡിയോ ചെയ്യാൻ നമുക്കത് വേണമെങ്കിൽ ഓട്ടിച്ച് സ്പീഡ് കൂട്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരുന്നു. പക്ഷേ എനിക്ക് അപ്പോൾ സ്റ്റോൺ ഒട്ടിക്കേണ്ട ആ ഒരു ബോധം പോയില്ല, അത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് സ്റ്റോൺ ഒട്ടിക്കായിരുന്നു, വൈറ്റ് സ്റ്റോണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റോൺ ഒട്ടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല നന്നായിട്ടുണ്ടാവും തോന്നി. ഇപ്പോൾ ചെയ്യുന്ന മോഡൽ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഫൈനൽ ഔട്ട്പുട്ട് കാണാൻ വേണ്ടിയിട്ട്.
അപ്പോൾ നമ്മൾ പെയിൻ്റ് അടിക്കുന്ന ബ്രഷും കൊണ്ട് എല്ലാവിടെയും നമ്മൾ ഗമ്മാക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗമ്മെടുത്തതിന് ശേഷം എല്ലായിടത്തും ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവിടെയും ഇങ്ങനെ അതായത് ഇങ്ങനെ ഓരോ അവിടെ ഇങ്ങനെ പൊന്തി നിൽക്കാതെ ഫ്ലാറ്റായിട്ട് അടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഗമ്മ്. അതിനുശേഷം നമ്മൾ ഗിൽറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഗിൽറ്റ് ഞാൻ തോന്നുന്നു ഞാൻ 20 രൂപയ്ക്ക് എന്തോ ആണ് ഈ ഒരു ബോട്ടിൽ ഞാൻ വാങ്ങിച്ചത്. ഇത് വളരെ എന്താ പറയുക ഭയങ്കര മണലിനെ വെച്ച് കുഞ്ഞായിട്ടുള്ള ഗിൽറ്റാണ് കേട്ടോ. നമ്മുടെ നോർമൽ ഗിൽറ്റ് പോലെയല്ല. അത് ഇതിൻ്റെ മേലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഇവിടുത്തെ ഏതോ ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. അത് കാരണം ഇത് പക്ഷേ നമുക്ക് ഓൺലൈനിലൊക്കെ ഗിൽറ്ററൊക്കെ ഒരുപാട് അവൈലബിൾ ആണ്. അതിന് ശേഷം നമ്മളത് ഇതുപോലെ എല്ലാവിടേക്കും നമ്മൾ ബ്രഷ് വെച്ചിട്ട് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗമ്മാക്കി അവിടെ എല്ലാം നമ്മുടെ ഗിൽറ്റ് ബ്രഷ് വെച്ചതിന് ശേഷം ആക്കി കൊടുക്കുന്നുണ്ട്. ഈ ആക്കി കൊടുക്കുമ്പോൾ സീക്വൻസിൻ്റെ ഉള്ളിലേക്കൊക്കെ പോവും. ബട്ട് ഡോണ്ട് വെറി, അത് അതായത് ഗമ്മിൽ ഒട്ടിപ്പിടിക്കുമല്ലോ. ഇത് ഒട്ടിപ്പിടിച്ചതിന് ശേഷം നമ്മൾ എക്സ്ട്രാ വരുന്ന ഗിൽറ്റൊക്കെ റിമൂവ് ചെയ്യുമ്പോൾ ആ സീക്വൻസിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പൊക്കോളും. അതിലിരിക്കും വൃത്തികേടാവുന്നൊന്നും വിചാരിച്ച് ആരും ടെൻഷൻ ആവണ്ട. ഇപ്പോൾ ഈ ഒരു മോഡൽ ഇപ്പോൾ ഈ ഗിൽറ്റൊക്കെ ഇടുന്ന കാണുമ്പോൾ ഞങ്ങൾക്ക് ഇത് എന്ത് മോഡലിൽ തോന്നാം. പക്ഷേ ഫൈനൽ റിസൾട്ട് കിട്ടുവാണ് മക്കളെ. ഞങ്ങൾ ചെയ്യുക വേണമെന്ന് ഞാൻ പറയുള്ളൂ. ചെയ്തിട്ട് ഇതിൽ വല്ല ഹാങ്ങിങ് അങ്ങനെ കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. സെൻറ്റർ ക്ലിപ്പ് അതുപോലെ തന്നെ നമ്മൾ വലിയവർക്ക് യൂസ് ചെയ്യുന്ന ക്ലിപ്പിലൊക്കെ വെച്ചിട്ട് മുടിയുടെ ബാക്കിലൊക്കെ വെച്ച് എന്ത് രസമായിരിക്കും എന്നറിയോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഗിൽറ്റ് എല്ലാവിടെയും ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെക്കുക. എനിക്ക് തോന്നുന്നു ഒരു 3-4 മണിക്കൂർ വെക്കുക. 3-4 മണിക്കൂർ അത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഉണങ്ങി കിട്ടാൻ വെക്കുക. ഞാൻ 3-4 മണിക്കൂർ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇത് ഇങ്ങനെ ഒന്ന്, അതായത് എക്സ്ട്രാ വരുന്ന ഗിൽറ്റൊക്കെ നമ്മളിങ്ങനെ പേപ്പർ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എക്സ്ട്രാ വരുന്ന ഗിൽറ്റൊക്കെ നമ്മൾ എടുക്കുക കേട്ടോ. നമ്മളിതിനൊന്നും വേസ്റ്റ് ചെയ്യരുത്. വേണമെങ്കിൽ നിങ്ങൾ കളഞ്ഞോളാം. ഞാൻ അങ്ങനെ ഒന്നും പെട്ടെന്ന് വേസ്റ്റ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഞാനത് ബാലൻസ് വന്ന ഗിൽറ്റൊക്കെ ഞാൻ ഈ ബോട്ടിലേക്ക് തന്നെ ഇട്ട് വെച്ചു കേട്ടോ. ഇനി ഇതിൻ്റെ സൈഡിലും അതുപോലെ തന്നെ നമ്മുടെ സീക്വൻസിലും എല്ലാം നമ്മുടെ ഗിൽട്ടായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ബ്രഷും കൊണ്ട് നല്ല രീതിയിൽ തുടച്ച് കളയുക. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലും നന്നായിട്ട് ഒട്ടിപ്പിടിച്ച ഗമ്മിൻ്റെ മേലെ ഇട്ടിരിക്കുന്ന ആ ഗിൽറ്റിൻ്റെ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രഷും കൊണ്ടൊന്ന് തൊട്ട് തലോടി കൊടുക്കുക കേട്ടോ. എന്നിട്ട് എക്സ്ട്രാ വരുന്ന ഗിൽറ്റൊക്കെ എടുത്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. എക്സ്ട്രാ വന്ന ഗിൽറ്റൊക്കെ നിങ്ങൾക്ക് ബോട്ടിലോ എന്തെങ്കിലും ഇട്ട് വെച്ചാൽ പിന്നേക്ക് എന്തായാലും യൂസ് ആവുമല്ലോ. വേസ്റ്റ് ചെയ്യേണ്ടല്ലോ, കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന സാധനമാണല്ലോ. അത് കഴിഞ്ഞിട്ട് ഈ ഷീറ്റ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നിങ്ങൾ തട്ടി കൊടുക്കുക കേട്ടോ. തട്ടി കൊടുക്കുമ്പോൾ അപ്പോൾ ആ സൈഡിലുള്ള ഇതൊക്കെ പോയി കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബട്ടർഫ്ലൈ ഞാൻ മെയിനായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ 2 സൈഡും ഡിഫറെൻറ്റ് കളേഴ്സ് ആക്കാം. അപ്പോൾ ഈ OHB ഷീറ്റ് എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ ഇത് ആക്ച്വലി ഞാൻ എൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് വാങ്ങിച്ചാണ്. വടക്കഞ്ചേരിയിൽ നിന്ന് വാങ്ങിച്ചാണ്. പാലക്കാട് വടക്കഞ്ചേരിയിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇത് ഓൺലൈൻ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതായത് ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ തന്നെ ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഇത് ഓൺലൈൻ സ്റ്റോർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മളൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും നമ്മൾ അതിൻ്റെ സൈഡിലുള്ള ഗിൽറ്റും കാര്യങ്ങളൊക്കെ തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. തട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഷേപ്പിൽ തന്നെ ആ ബട്ടർഫ്ലൈൻ്റെ അതേ ഷേപ്പിൽ നമ്മൾ കത്രിക വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് എന്തുകൊണ്ട് ഇതിൻ്റെ സൈഡ് ഉരുക്കി കൊടുക്കുന്നില്ല? എന്തെങ്കിലും ഒരു ഇപ്പോൾ മെഴുകുതിരിയോ അല്ലെങ്കിൽ ലൈറ്ററോ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ സൈഡൊന്ന് ഉരുക്കി കൊടുത്തൂടേന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഇത് സ്വീക്കൻസ് ആണ് മക്കളെ. ചിലപ്പോൾ ഈ ഷീറ്റ് ഞാൻ ഉരുക്കണതിൻ്റെ ഇടയിൽ സ്വീക്കൻസ് ഉരുക്കിപ്പോയെന്നുള്ള ടെൻഷൻ കാരണമാണ് ഞാൻ ഇങ്ങനെ എന്താ പറയുക ചെറിയ തീയിലൊന്ന് കാണിക്കാത്തത് കേട്ടോ. ആക്ച്വലി കുറച്ചൊന്ന് സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് തീയിലൊക്കെ കാണിച്ചില്ലെങ്കിൽ മെഴുകുതിരിയിലോ തീപ്പെട്ടി എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് ഷേപ്പായി കിട്ടും. പക്ഷെ നമ്മുടെ സ്വീക്വൻസ് ഉരുകി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഉരുകി പോകുമെന്ന് എനിക്കറിയില്ല, ഉരുകി പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കത്രികയും കൊണ്ട് തന്നെ കട്ട് ചെയ്തെടുക്കണത്. അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെ കട്ടായി വന്നു കേട്ടോ. എനിക്ക് അത്രയ്ക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. നല്ല വൃത്തിയിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. സീക്വൻസിൻ്റെ കുറച്ച് അടിവശത്തേക്കായിട്ട് കട്ട് ചെയ്താൽ മതി. സീക്വൻസ് ഇളകി പോകുമൊന്നുമില്ല. നമ്മുടെ ഗം അത്രയ്ക്ക് സ്ട്രോങ് ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് എന്തായാലും. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സെൻറ്ററിൽ മാത്രം വല്ല ഫ്ലവേഴ്സ് എന്തെങ്കിലും വെച്ച് കൊടുത്താൽ കുറച്ച് ഭംഗിയുണ്ടാവും. ആക്ച്വലി ഞാനത് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ ഒരു ഫോട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ഒരു ഫ്ലവർ, അതായത് ശനിയാഴ്ച ഉണ്ടാക്കിയ ഒരു ഫ്ലവർ ഞാൻ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ എന്തായാലും ഇത് ഫോൾഡ് ചെയ്യാനൊന്നും പറ്റില്ല. ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ സെൻറ്ററിലെ സീക്വൻസ് മേ ബി ഓർഡർ തെറ്റി വരാനോ അല്ലെങ്കിൽ പേർന്ന് തരുന്ന ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ വെച്ചിട്ട്
ക്ലിപ്പിലാണെങ്കിൽ ഹെയർ ബാൻഡിലാണെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ താഴെ വല്ല ഹാങ്ങിങ് കൊടുത്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുകൊണ്ട് നമ്മൾ ശനിയാഴ്ച ഉണ്ടാക്കിയ ഫ്ലവറും കൂടെ ഞാൻ വെച്ചിട്ട് ചെയ്തതാണ്. ഹാങ്ങിങ് കൊടുത്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. വലിയവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും തലയിൽ വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു യെല്ലോയും കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നാളെ ഒരു വെറൈറ്റി വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.